ഗൈസ്, അപ്പോൾ നമ്മളെ ഒരു പുതിയൊരു വണ്ടി സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ട് 2003 MPF-I വരുന്ന സെന്നാണ് വരുന്നത്. അപ്പോൾ തന്നെ വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ തന്നെ ഫിറ്റ്നസ് സൈഡും പേപ്പർ സൈഡും ഫുള്ള് ക്ലിയർ ആണ്. 28 ലാസ്റ്റ് വരെ ഫിറ്റ്നസും ടാക്സും ഉണ്ട്. അപ്പോൾ തന്നെ പുതിയ ഇൻഷുറൻസ് ആണ് വണ്ടിമേ വരുന്നത്. അപ്പോൾ തന്നെ തേർഡ് ഓൺഷിപ്പിലാണ് നിലവിൽ കിടക്കണത്. പിന്നെ വണ്ടിയിൽ ഫ്രണ്ട് ഭാഗത്ത് എന്തൊക്കെ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണ്. ഫ്രണ്ട് ബമ്പർ ലിപ്പ് കാര്യങ്ങൾ ചെയ്തിരിക്കണ്. അപ്പോൾ തന്നെ ഡുവൽ സിസ്റ്റം ഇൻഡിക്കേറ്റർ ഫോഗ് ലാമ്പ് ചെയ്തിരിക്കണ്. പിന്നെ ഒറിജിനൽ BBSന്റെ അലോയ് കാര്യങ്ങൾ വരുന്നതാണ്. ഓൾമോസ്റ്റ് 30-35K ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ഒറിജിനൽ അലോയ് കാര്യങ്ങളാണ്. അപ്പോൾ 4 പുതുപുത്തൻ ടയറാണ് വണ്ടിമേൽ വരുന്നത്. പിന്നെ അപ്പോൾ തന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ സൈഡ് സ്കേറ്റിങ് കാര്യങ്ങൾ ചെയ്തിരിക്കണ്. അതുപോലെ തന്നെ വണ്ടി ലോവർ കാര്യങ്ങൾ ചെയ്താണ്. പിന്നെ റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് റിയറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റിയർ വൈപ്പർ വരുന്നുണ്ട്. അപ്പോൾ തന്നെ യൂണിവേഴ്സൽ ആൻറ്റിന കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ സ്പോയിലർ കാര്യങ്ങൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാൾവ് ഓഫ് രീതിയിലുള്ള എക്സോസിസ്റ്റം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാണിത്. അപ്പം ജിമ്മിനിപ്പോൾ ചെയ്യാമെന്നില്ല, ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളേ ഉള്ളൂ വണ്ടിമേൽ. അപ്പം വണ്ടീൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനപ്പോൾ വണ്ടീൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത് AC വരുന്നുണ്ട്. അപ്പോൾ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റിനാണ് മോമോൻ്റെ ടാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതാണ് റിയർത്തെ സീറ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരിക പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനിലാണ് വണ്ടി കൊണ്ടുവരുന്നത്. പിന്നെ അപ്പോൾ തന്നെ ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഒറിജിനൽ കാര്യങ്ങളാണ് വണ്ടിമേൽ വരുന്നത്. പിന്നെ എന്താ അണ്ടർ ബോഡി ലൈറ്റ് കാര്യങ്ങൾ ചെയ്താണ് വണ്ടിമേൽ. അണ്ടർ ബോഡി ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ അണ്ടർ ബോഡി റസ്റ്റോ അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഇനി എടുക്കണമൊക്കെ ചെയ്യാണ്ടാവുക ചെറിയ ചെറിയ പെയിൻറ്റിൻ്റെ ടച്ചപ്പ്, ഈ സ്കേറ്റിംഗ് വരുന്ന ചെറിയ ചെറിയ ടച്ചപ്പും പിന്നെ ഈ ഫ്രണ്ടിലെ ബമ്പറിൻ്റെ ഇവിടെ വരുന്ന ഈ ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്യാണ്ടാവുള്ളൂ. വേറെ മേജർ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബോണറ്റും എഞ്ചിൻ റൂമും കാണിച്ചില്ല. പിന്നെ അപ്പോൾ തന്നെ ഡിക്കി തുറന്നിട്ട് അതും കാണിച്ചില്ല. പിന്നെ സ്റ്റെപ്പിന് ടയറും കാര്യങ്ങളും അതും അവൈലബിൾ ആണ്. അപ്പം അതെല്ലാ കാര്യങ്ങളും കാണിച്ചില്ല. പിന്നെ ഗ്രില്ല് വേറെ ആഡ് ചെയ്താണ്. ഒറിജിനൽ ഗ്രില്ല് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആഡ് ചെയ്തതാണ്. അപ്പം ജസ്റ്റ് ഇനി എഞ്ചിൻ റൂമും പിന്നെ അപ്പോൾ ഡിക്കി സൈഡും ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഇതാണ് എഞ്ചിൻ റൂമിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പറഞ്ഞാൽ അത്യാവശ്യം ബോണറ്റിൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്തൊക്കെയാണ്. പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഓവർ ക്വാളിറ്റി ഇതാണ് വരുന്നത്. ലീക്കുമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പുതിയ ബാറ്ററിയാണ് ഇതിന്മേൽ വരുന്നത്. പിന്നെ എന്തെങ്കിലും ഓവർ ക്വാളിറ്റി കാര്യങ്ങൾ ഇതാ എഞ്ചിൻ റൂമിൻ്റെ വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീനിലാണ് വണ്ടി നിലവിലുള്ളത്. അപ്പോൾ ഇനി വരുന്നവർക്ക് വണ്ടി എടുക്കുക ഓടിക്കുക എന്നുള്ള ഒറ്റ ഇതില്ല കണ്ടീഷനിൽ വെച്ച്. AC-ൻ്റെ പണി ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തതാണ്. ഓൾമോസ്റ്റ് കണ്ടൻസറും കംപ്രസറും കാര്യങ്ങളും അത്യാവശ്യം പണി ഇതിന്മേൽ കയറ്റിക്കണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഡിക്കി സൈഡിൽ നോക്കുകയാണെന്നുണ്ട്. ഡിക്കീൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരികയാണെന്നുണ്ട്. സ്റ്റെപ്പിന് ടയറും കാര്യങ്ങളും പിന്നെ മൊമോൻ്റെ സ്റ്റിയറിംഗ് ഉണ്ട്. സ്റ്റിയറിംഗിൽ ചെറിയ കവർ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്താൽ മതി. വേറെ ഇഷ്യൂ കാര്യങ്ങളില്ല. സ്റ്റെപ്പിന് ടയറും കാര്യങ്ങളും വരുന്നതാണ്. ഇതാണ് ടയർ ഉള്ളിലാണ്, ജസ്റ്റ് കാണിച്ചു തരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. വേറെ പാച്ച് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ജാക്കിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം വണ്ടി എടുക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പം വരുന്ന പ്രൈസ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 1,30,000 റുപ്യാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എന്തേനി അത്യാവശ്യം വർക്ക് എടുപ്പിച്ച വണ്ടിയാണിത്. എല്ലാം കൊണ്ടും ഇനിയിപ്പോൾ എടുക്കുന്ന ആൾക്ക് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഓവർ പണി കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ല. പിന്നെ എന്തേനി വരുന്ന ലൊക്കേഷന് കാലിക്കറ്റ് ഫറോക്കാണ്. അപ്പോൾ വണ്ടി എടുക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. അഡീഷണൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്, വിളിച്ചോളി.